എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഞായറാഴ്ച പതിവ് പോലെ അന്വേഷണത്തിൻ്റെ തീർത്ഥയാത്ര തുടരുകയാണ്. അതാണ് നമ്മുടെ ആരാധന. ചിലർ യാന്ത്രികമായി ആരാധിക്കുമ്പോൾ, ചിലർ നാല് ഭിത്തികൾക്കുള്ളിലിരുന്ന് ആരാധിക്കുമ്പോൾ, നാം ജാതിമതഭേദമന്യേ തുറന്ന ആകാശത്തിൻ്റെ കീഴിൽ ജീവിത യാഥാർത്ഥ്യങ്ങളോടുള്ള ഒരുമപ്പെടലിൽ സനാതനമായ സത്യങ്ങൾ മനുഷ്യൻ്റെ ജീവിത അവസ്ഥയോടുള്ള ബന്ധത്തിൽ തിരിച്ചറിയുവാനുള്ള ഒരു ചെറിയ തത്രപ്പാടിലാണ്. അതാണ് നമ്മുടെ ആരാധന. ദൈവം മനുഷ്യൻ്റെ മനസ്സിലാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കാലമേറെയായെങ്കിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലെ വികൃതി അനുസരിച്ച് അവനെ എവിടെയെങ്കിലും നാല് ഭിത്തിക്കുള്ളിൽ ഒതുക്കിയില്ലെങ്കിൽ ഉറക്കം വരികയില്ല എന്ന ഒരു പിടിവാശിയിലാണ് മനുഷ്യരാശി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണ്. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. അത് ആരുടെയും പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് വ്യക്തമായി യേശു പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവിനെ ഞാൻ പോക്കറ്റിലിടും എന്ന് പറഞ്ഞ് ചുണ്ടി പിടിക്കുന്ന ഒരു മർക്കട സ്വഭാവമാണ്. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങ്. നോക്കടാ നമ്മുടെ മർഗയെ കിടക്കുന്ന മർക്കട, നീ എങ്ങ് മാറിക്കീടാശട എന്ന് പറയുന്നത്. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങ്. കുരങ്ങിൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അല്പം വ്യത്യസ്തമായ ഒരു ഞായറാഴ്ച ആരാധനയിലേക്ക് ഏവരെയും സസ്നേഹം സാദരം ക്ഷണിക്കുവാനിടയാകുന്നതിൽ ഈ ഉള്ളവൻ സന്തോഷിക്കും. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വളരെ പരിചിതമെങ്കിലും ആശയം ഒട്ടും തന്നെ പരിചയമല്ലാത്ത പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് അത് സംബന്ധമായി മുൻപൊരിക്കലും ആരും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില സത്യങ്ങൾ നിങ്ങളോട് പങ്കിടാനാണ് ഇന്ന് എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചോളട്ടെ. ഞാൻ ആ ഭാഗം വായിക്കുന്നു. 4-ാം വാക്യം മുതൽ. പാമ്പ് സ്ത്രീയോട്, ഇത് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും അല്ലെങ്കിൽ ഹവ്വായും ആദാമും സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹവ്വായുടെയും ആദാമിൻ്റെ സ്ഥാനത്ത് യേശു എന്ന വ്യക്തിയാണ്. അതൊക്കെ വളരെ മനോഹരമായ ചില സാമ്യങ്ങളാണ്. അത് വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ട് തുനിയുന്നില്ല. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ തോട്ടത്തിൽ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം മാത്രം നീ തിന്നരുത്, അത് തിന്നുന്ന നാൾ നീ മരിക്കും. ദൈവം ആദാമിനോടാണ് പറഞ്ഞത്. ഇവിടെ സാത്താൻ സ്ത്രീയോടാണ് സംസാരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള സൂചനകളാണ്. അത് നിങ്ങളുടെ വിഭാവനയ്ക്ക് ഞാൻ വിട്ടുതരുന്നു. അപ്പൊ പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. 2 വാക്കുകൾ വളരെ വളരെ ചരിത്രത്തിൻ്റെ സത്യങ്ങൾ അവിടെ തിരമാല പോലെ, വലിയ തിരമാല പോലെ ആഞ്ഞടിക്കുന്നുണ്ട്. അവനും തിന്നു. അത് ഓർത്തിരിക്കണം. ഇതാണ് അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. അപ്പോൾ അറിവിൽ കൂടെ ദൈവതുല്യമാകാനായ മനുഷ്യന്റെ ശ്രമത്തിൽ കൂടെ അവൻ കൈവരിച്ച നേട്ടം നഗ്നതയാണ് എന്ന ഒരു സൂചനയാണ്. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നമുക്ക് ന്യായമായും ചോദിക്കാം, ഇത് ചെറുപ്പകാലം മുതലേ എന്നെ വളരെയധികം മഥിച്ചിട്ടുള്ള ചിന്ത കുഴപ്പത്തിൻ്റെ കയത്തിൽ ചവിട്ടി താഴ്ത്തിയിട്ടുള്ളൊരു വിഷയമാണ്. മനുഷ്യൻ ദൈവത്തെ പോലെ ആകുന്നതിൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകാൻ താല്പര്യപ്പെടുന്നതിൽ എന്താണ് പ്രശ്നം?
വേദപുസ്തകം ആദ്യമേ പറയുന്നത് ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ന്യായമായും മനുഷ്യൻ അങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റ് എന്ന് സാമാന്യ ബുദ്ധിയിൽ നാം ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ കുറഞ്ഞ 60 വർഷമെങ്കിലും ചോദിച്ച് നടന്നവനാണ്. ഇപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനമായ ലക്ഷ്യം. ഇവിടെ നാം ഏവരും തിരിച്ചറിയേണ്ട സുപ്രധാനമായ മനുഷ്യ അവസ്ഥയുടെ ആ നെല്ലിപ്പലകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ആശയമുണ്ട്, തിരിച്ചറിവുണ്ട്, അവബോധമുണ്ട്. അതെന്താണ്? മനുഷ്യന് നല്ല കാര്യങ്ങളോട് താല്പര്യമുണ്ടാകും. ഇപ്പോൾ നന്മ തിന്മകളെ പറ്റിയുള്ള തിരിച്ചറിവ് മോശമായ കാര്യമൊന്നുമല്ല. അതിൽ തന്നെ ഒരു അപകടവുമില്ല. മനുഷ്യനായാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കണം. തിരിച്ചറിയാതിരുന്നാൽ നന്മ തിന്മയായും തിന്മ നന്മയായും ധരിച്ച് ഞാൻ നന്മ ചെയ്യുന്നു എന്ന വിധത്തിൽ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ അവസ്ഥയിൽ മാനുഷികമായോ അല്ലാതെയോ ഒരു മേന്മയും ഒരു നേട്ടവുമില്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നു എന്നത് പാപമല്ല, ധിക്കാരമല്ല, അധികപ്പറ്റല്ല, നല്ല ഒരു കാര്യം തന്നെയാണ്. എന്നിട്ടും പ്രശ്നം എവിടെയാണ്? അതാണ് എനിക്ക് ദീർഘകാലം മനസ്സിലാകാതിരുന്നത്. അത് ഇപ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത് കൊണ്ട് അത് ഞാൻ വെളിപ്പെടുത്തട്ടെ. ഇവിടെ പ്രശ്നം എന്താണ്? ലക്ഷ്യമല്ല പ്രശ്നം. ലക്ഷ്യം കൈവരിക്കാനായി സ്വീകരിക്കാൻ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന മാർഗമാണ്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്, പരീക്ഷ എന്ന് പറയുന്നത് ആ മാർഗത്തെ പറ്റിയാണ്. നമ്മുടെ യേശുവിൻ്റെ മാർഗം എന്ന് പറയും. അതുപോലെ തന്നെ അധപ്പതനത്തിൻ്റെ ഒരു മാർഗമുണ്ട്. മേന്മയിലേക്കും രക്ഷയിലേക്കും ആശ്വാസത്തിലേക്കും മനുഷ്യ അന്തസ്സിലേക്കും പോകുന്നൊരു മാർഗമുണ്ട്. അധപ്പതനത്തിലേക്കും മരണത്തിലേക്കും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കും നമ്മെ നയിക്കുന്ന മറ്റൊരു മാർഗമുണ്ട്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ അറിവ്, മനുഷ്യൻ ഇങ്ങനെ വലിയ വലിയ അപകടത്തിൽ അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് വീഴുന്നത് അവൻ മോശമായ കാര്യങ്ങളെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ മോശമായ കാര്യങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടുമല്ല, പിന്നെയോ വളരെ അഭികാമ്യമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളെ കൈവരിക്കാനായി നാം അവലംബിക്കുന്ന മാർഗം അതിനെപ്പറ്റിയുള്ള നമ്മുടെ ധാരണ, ആ ധാരണയിൽ നിന്നുദിക്കുന്ന സമീപനങ്ങൾ, തന്ത്രങ്ങൾ, സ്ട്രാറ്റജി എന്ന് പറയില്ലേ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നാം അത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള ഒരു വലിയ പ്രശ്നം, വലിയ ആ പ്രശ്നം എത്ര വലുതാണ്, സങ്കീർണമാണ്, ഭയാനകമാണ് എന്ന് വേണ്ടതുപോലെ പറഞ്ഞറിയിക്കാനുള്ള വാക്ചാതുര്യം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം. മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ വൈകല്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കിട്ടണം. എന്തും ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് കിട്ടണം. അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് മനസ്സില്ല. അതേസമയം അത് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. അങ്ങനെയാണ് മനുഷ്യൻ ദിവാസ്വപ്നം കാണുന്നത്. ഞാൻ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു. ഞാൻ ഭാരതത്തിന് ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ കൊണ്ടുവരുവാനായി എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ രാജ്യത്തിന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അല്പം മാന്യത ലഭിക്കുന്നതിന് വേണ്ടി ഇതാ ഒരു ഒളിമ്പിക്സ് ഗോൾഡ് മെഡലും കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ട്? എനിക്ക് ഇപ്പോൾ ട്രംപ് പറയുന്നത് പോലെ നൊബേൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിന് നൊബേൽ പ്രൈസ് വേണ്ട, സാഹിത്യത്തിൻ്റെ നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ രാജ്യത്തിന് ഞാൻ മുഖാന്തരം മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ അല്പം അഭിമാനം കൂടുമായിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റുണ്ട്? ഒരു തെറ്റുമില്ല. പക്ഷെ തെറ്റെവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഭാരതത്തിൻ്റെ അഭിമാനവും മേന്മയും
രാഷ്ട്രങ്ങളുടെ മുമ്പിൽ എടുത്തു പിടിക്കുന്നതിന് വേണ്ടി ഒരു നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിന് വേണ്ടി നൊബേൽ പ്രൈസ് ജയിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യും? 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ചെറുപ്പം മുതലേ അത് സാധ്യമാകത്തക്കവണ്ണം എന്നെ തന്നെ പരിശീലിപ്പിച്ച് ഊണിലും ഉറക്കത്തിലും അധ്വാനിച്ച് വായിച്ച് ധ്യാനിച്ച് നിത്യമായ സത്യങ്ങളോട് സൗഹൃദം പാലിച്ച് എൻ്റെ ഉള്ളിലെ ആഴം വർദ്ധിപ്പിച്ച് എൻ്റെ ചിന്താശക്തികളുടെ ചക്രവാളം വികസിപ്പിച്ച് ഞാനൊരു മഹനീയ മാതൃകയായി, അല്ലെങ്കിൽ മനുഷ്യ പ്രതിഭാശക്തിയുടെ ഉത്തുംഗ ശ്രേണിയിൽ ഇരുന്നു കൊണ്ട് ഞാനൊരു കൃതി രചിക്കുമ്പോൾ അതിന് സാർവലൗകികമായ അംഗീകാരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നൽകുന്നു. ഇതൊരു മാർഗമാണ്. എന്നാൽ വേറൊരു മാർഗമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു 2000 വർഷം അല്ലെ 2500 വർഷങ്ങൾക്ക് മുൻപ് ആരോ മഹാൻ എഴുതിയ നല്ല ഒരു കൃതി അത് വേണ്ടതുപോലെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഞുകഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ആ ഒറിജിനൽ ഭാഷയിൽ എൻ്റെ ഭാഷയിൽ ഇവിടെ ഇച്ചിരി ഒരു മിനുക്കം വരുത്തി ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത വിധത്തിൽ കുറുക്കു വഴിയിൽ ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ സാധനം എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ ഇത് കൊട്ടിഘോഷിച്ചു. അവസാനം എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടി. ഇത് രണ്ടും വ്യത്യാസമുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ. മനുഷ്യൻ്റെ സ്വഭാവം ഈ രണ്ടാമതാണ്. സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മണ്ടനും ഈ ലോകത്തിലില്ല. ഞാനും ആ കൂട്ടത്തിലാണ്. പക്ഷെ അതിനുള്ള കഴിവില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ പോയി വല്ലവൻ്റെയും കൃതി മോഷ്ടിച്ച് അങ്ങയുടെ മിനുസം വരുത്തി എൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ്. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. നമുക്കറിയാം, ഒളിമ്പിക്സ് വരുമ്പോൾ പല യുവാക്കന്മാരും അവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതായും മറ്റെല്ലാവരെയും പുറന്തള്ളിക്കൊണ്ട് അവർ സ്വർണ്ണ മെഡൽ ജേതാക്കളായി വരുന്നതൊക്കെ സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒളിമ്പിക്സിൽ പോയി പങ്കാളിത്തം വഹിച്ച് അവിടെ സ്വർണ്ണ മെഡൽ ജയിക്കുന്നത് നല്ലതാണ് എന്നാഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അതിനുവേണ്ടി അല്പം പോലും അധ്വാനിക്കാതെ 4 വർഷത്തിലൊരിക്കലും ഒളിമ്പിക്സ് വരുമ്പോൾ എനിക്ക് ഒളിമ്പിക്സ് കിട്ടിയിരുന്നതിൽ കൊള്ളായിരുന്നു എന്നിരുന്ന് വെള്ളം ഊറുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒന്നും ചെയ്യാതെ കാലുമേക്കാലും കയറ്റിയിരുന്നു, നല്ല ഇഷ്ടം പോലെ കഴിച്ച് യാതൊരു വ്യായാമവുമില്ലാതെ അധ്വാനവുമില്ലാതെ എൻ്റെ അച്ചടക്കം പാലിക്കുക, അതെനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിനുള്ള മാർഗം വല്ലതും ഉണ്ടോ, ഉരുട്ട് വഴി വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ആ വഴിയെ പോയി രാത്രിയിൽ ഈ സ്വർണ്ണ മെഡൽ വെച്ചിരിക്കുന്ന അവിടെ പോയി ഒരെണ്ണം മോഷ്ടിച്ചുകൊണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നടക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കാലത്ത് തന്നെ മറിയ കൊറീന മച്ചാഡോ, വെനിസ്വേലയുടെ നോബൽ പ്രൈസ് ഫോർ പീസ് വിന്നർ, അവരുടെ നോബൽ പ്രൈസ് ട്രംപ് ആഗ്രഹിക്കുകയാണ്, കൊടുത്തപ്പോൾ കൈനീട്ടി വാങ്ങിക്കുകയാണ്. അതിൽ ഒരു നാണക്കേടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിലെ നാണക്കേട് അറിയാൻ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ട്രംപ് ഒഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇപ്പം നാളെ മറിയ കൊറീന മച്ചാഡോ എന്നോട് പറയുകയാണ്, എടോ കിഴവ, താങ്കൾ ഇത്രയും നാളൊക്കെ ഇങ്ങനെ കുറച്ചോട്ടൊക്കെ നടന്നില്ല, ഒന്നും കിട്ടിയില്ല, ആരും ഒരു അവാർഡ് തനിക്ക് തന്നില്ല, എന്നാ പിടിച്ചു, എൻ്റെ നൊബേൽ പ്രൈസ് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് കൈമീട്ടി വാങ്ങിച്ചാൽ അത് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ നോക്കൂ? നിങ്ങളൊന്ന് പറ. അത് നൊബേൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടി നൊബേൽ പ്രൈസ് നാണക്കേടായിട്ടല്ല, അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കാതെ കുരുട്ടുവഴിയിൽ അർഹിക്കാത്തത് ഞാൻ പ്രാപിച്ചു എന്നതാണ്. ഇത് മനുഷ്യൻ്റെ സനാതനമായ ബലഹീനതയും അവൻ്റെ പ്രത്യേകതയും. മറ്റൊരു മൃഗത്തിനും ഈ സാധ്യതയില്ല. മനുഷ്യനെന്ന് പറയുന്ന എരികാലിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. അപ്പം മലയാളികളാണ് ഇത് കൂടുതൽ ഇത് കാണുന്നത് എന്നതുകൊണ്ട്. ചങ്ങമ്പുഴ എന്ന് പറയുന്ന കവി എഴുതിയ ഒരു പദ്യമുണ്ട്, ഒരു പോയമുണ്ട്. അതിന് എൻ്റെ പേര് മാങ്കുല എന്നാണ്. മാങ്കുല. ഞാനത് ഇവിടെ നെറ്റിൽ നിന്ന് എടുത്തോടെ വെച്ചിട്ടുണ്ട്.
രക്തപുഷ്പങ്ങൾ എന്ന അതിന് ശീർഷകമുണ്ട്. വാഴക്കുല എന്ന പേരിലാണ് ഇത് കൂടുതൽ അറിയപ്പെടുന്നത്. അതിപ്രകാരമാണ്: മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയ പുലയൻ മഴ വന്ന നാളിൽ അവൻ്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു. മനതാരിൽ ആശകൾ പോലെ അതിൽ ഓരോരോ മനസ്സിലെ ഓരോരോ പ്രതീക്ഷകൾ പോലെ അതിൽ അങ്കുരിക്കുന്നത് പോലെ മരതക കൂമ്പ് പൊടിച്ചു വന്നു. അത് കൂമ്പിച്ചു. വാഴ നട്ടു, വളർന്നു, കൂമ്പിച്ചു, മുളച്ചു. അരുമക്കീടങ്ങളിൽ ഒന്നായതിനെയും സ്വന്തം മക്കളിൽ ഒരാളെ പോലെ അഴകിപ്പുലക്കള്ളിയോ മനിച്ചു. അവൻ്റെ ഭാര്യ അവിടെ ഒരു മകനെ പോലെ, ഒരു സന്തതിയെ പോലെ അതിനെ താലോലിച്ച് വളർത്തി. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാനത്ത പാട്ടുപാടി. പാടത്തെ വന്ന് പാട്ടും. അപ്പം ഇങ്ങനെ മലയൻ്റെ ഈ വാഴ കുലച്ച് നല്ലൊരു കുലയൊക്കെ വന്നു. അത് വെട്ടാറായപ്പോൾ അവൻ്റെ യജമാനൻ പറഞ്ഞു, എടാ മലയപ്പുലയാ, ആ വാഴക്കുല, നിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആ നല്ല വാഴക്കുല അത് വെട്ടി വീട്ടിൽ കൊണ്ട് കൊടുത്തേരാം. അപ്പോൾ അത് വെട്ടിക്കൊണ്ടു പോകുമ്പോൾ മലയപ്പുലയൻ്റെയും അവൻ്റെ ഭാര്യയുടെയും അവരുടെ മക്കളുടെയും അവസ്ഥയാണ് മർമ്മഭേദകമായ വിധത്തിൽ ചങ്ങമ്പുഴ ഈ പദ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ സമയമെടുത്ത് പദ്യം വായിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ച് മുമ്പോട്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഇവിടെ അങ്ങ് നിർത്തുകയാണ്. ഇതിന് സമാനമായൊരു സംഭവം പഴയ നിയമത്തിലുണ്ടെന്ന് നമുക്കറിയാം. അത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന പാടിച്ച ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ഷീബ, അവളെ കണ്ട് രാജാവ് മോഹിച്ച് അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഊരിയാവിൻ്റെ വധത്തിനുള്ള, അവനെ കൊല്ലാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഊരിയാവ് യുദ്ധത്തിൽ മരിച്ച ശേഷം രാജാവ് അവളെ പരിഗ്രഹിക്കുന്നു. അങ്ങനെ അനാശാസ്യമായ വിധത്തിൽ രാജാവ് ഇങ്ങനെ അർമാദിച്ച് ജീവിക്കുമ്പോൾ നാഥാൻ എന്ന് പറയുന്ന പ്രവാചകൻ വന്ന് അവനോടൊരു കഥ പറയുന്നു. ഒരുത്തൻ ഒരു ആട്ടിൻകുട്ടിയെ അവൻ്റെ മകളെ പോലെ സ്നേഹിച്ച് വളർത്തി. അങ്ങനെ അത് വളർച്ച മുറ്റിയപ്പോൾ എൻ്റെ നല്ല പ്രായത്തിൽ അത് അവരുടെ വീട്ടിലെ അംഗങ്ങളായി കഴിയുമ്പോൾ അവൻ്റെ യജമാൻ അത് കണ്ടിട്ട്, യജമാൻ ഒരു അതിഥി വന്നപ്പോൾ പറഞ്ഞു, നീ അതിനെ കൊണ്ടുപോവാ, കശാപ്പ് ചെയ്യട്ടെ, എൻ്റെ അതിഥിക്ക് കൊടുക്കാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന്. അപ്പം രാജാ പറഞ്ഞു, ആ അനീതി ചെയ്തവൻ ആരാണ്? അപ്പോൾ നാഥൻ പറയുന്നത്, അത് നീയാണ് ചെയ്തത്, അത് നീയാണ്. ആ മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നീയാണ് എന്ന് പ്രവാചകൻ ചരിത്രത്തിലെ ഏറ്റവും വീര്യമേറിയ വിരൽ ചൂണ്ടി രാജാവിൻ്റെ മുഖത്ത് ചൂണ്ടിയിട്ട് പറയുകയാണ്, അത് നീയാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഇപ്പൊ വാഴക്കുലയിലും ഇവിടുത്തെ ആട്ടിൻകുട്ടിയും തമ്മിൽ ഇതിന്റെ പൊതുവായ ഘടകം എന്താണ്? മാങ്കുല വേണമെന്ന് ആവശ്യപ്പെടുന്ന യജമാനൻ ഏമാൻ അതിനുവേണ്ടി അധ്വാനിച്ചവനല്ല. മാങ്കുല വേണം. ആർക്കാണ് മാങ്കുല വേണ്ടാത്തത്? അത്ര മനോഹരമായ മാങ്കുല, അത് പഴുത്തു നിൽക്കുന്നത് കണ്ടാൽ ആരുടെയും ഉള്ളു കൊതിക്കും, വായിൽ വെള്ളമൂറും, വായിൽ കപ്പലോടും. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ അതിനുവേണ്ടി അധ്വാനിച്ചതല്ല, നീ അത് നട്ടില്ല, നീ അത് നനച്ചില്ല, നീ അതിന് വളം കൊടുത്തില്ല, നീ അതിൻ്റെ വളർച്ചയിൽ പങ്കെടുത്തില്ല. അവസാനം കൊലച്ചപ്പോൾ നിനക്കത് വേണം. അത് തന്നെയാണ് നാഥാൻ പറയുന്ന, പ്രവാചകനായ നാഥാൻ രാജാവായ ദാവീദിന്റെ മനസാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി ചാട്ടുളി പോലെയുള്ള ഒരു ഉപമ പറഞ്ഞത്. ആ ആട്ടിൻകുട്ടിയെ വളർത്തിയത്, അതിനുവേണ്ടി പരിചരിച്ചത്, പ്രയാസപ്പെട്ടതെല്ലാം ആ പാവപ്പെട്ട മനുഷ്യനാണ്. ആ ആട്ടിൻകുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ പറ്റി കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ അതിനു വേണ്ടി ഒന്നും ചെയ്തതല്ല, മറ്റാരോ അതിനു വേണ്ടി അധ്വാനിച്ചതാണ്. അപ്പൊ ഒന്നും ചെയ്യാതെ എനിക്ക് വളർന്ന ആടിനെ വേണം, അതിനെ പാചകം ചെയ്ത് തിന്നണം എന്ന് പറയുന്നതും ചങ്ങമ്പുഴയുടെ കവിതയിലെ ആരോ നട്ടു വളർത്തി അധ്വാനിച്ച് വളർത്തിയെടുത്ത മാങ്കുല ഞാൻ യജമാനായതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറയുന്നതും തുല്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഉദാഹരണം.
ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയായതുകൊണ്ട് പരീക്ഷയൊക്കെ വരുമ്പോൾ വർഷം മുഴുവനും കളിച്ച് നടന്ന് ഒരു വിധത്തിലും പഠിക്കാത്ത ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടും. ഒരു വിദ്യാർത്ഥിക്ക് നല്ല വിജയം വേണമെന്ന് പറയുന്നത് വല്ല തെറ്റുമുണ്ട്? ഒരു തെറ്റുമില്ല, നല്ലതാണ്, എല്ലാവരും ആഗ്രഹിക്കേണ്ടതാണ്. പക്ഷേ അവിടെ പഠിക്കും. ഇംഗ്ലീഷിൽ റിസോർട്ടിങ് ടു അൺഫെയർ മീൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അതിനുവേണ്ടി അധ്വാനിച്ചില്ല. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ പേരാണ് ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്നത്. പ്രതീകാത്മകമായി മനുഷ്യൻ ഒരു ഉപഭോക്ത ജന്തുവാണ്. മാൻ ഈസ് എ കൺസ്യൂമറിസ്റ്റ് ആനിമൽ. ഈ തരുണത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്, പ്രോസ് റൈറ്റർ. അദ്ദേഹത്തിൻ്റെ പേര് G.K. ചെസ്റ്റർട്ടൺ എന്നാണ്. G.K. ചെസ്റ്റർട്ടൺ. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് തന്നെ എനിക്ക് വളരെ വളരെ പ്രിയമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ തള്ളിക്കയറി വരികയാണ്. അദ്ദേഹം പറയുന്നത്, പീപ്പിൾ ആർ റെഡി ടു വാക്ക് 100 miles to see a great man, but they will never pray that the same greatness may fill their hearts. ഒരു മഹാനായ മനുഷ്യനെ കാണാൻ 100 മൈൽ യാത്ര ചെയ്യണമെങ്കിൽ കാലിൽ നടന്ന് യാത്ര ചെയ്യാൻ മനുഷ്യർ തയ്യാറാണ്. പക്ഷേ ആ മനുഷ്യനുള്ള മാഹാത്മ്യം എന്നിലും കൂടെ ദൈവമേ ഉദിപ്പിക്കണമേ എന്നാരും പ്രാർത്ഥിക്കാറില്ല. കാരണം അതിന് മെനക്കെടാൻ ആർക്കും വയ്യ. ആരെങ്കിലും മാഹാത്മ്യം പ്രാപിച്ചാൽ അദ്ദേഹത്തെ ഒന്ന് ദൂരെ മാറി നിന്ന് കണ്ട് സായുജ്യമടയുക, ഇത് മാത്രമേ മനുഷ്യർക്ക് താല്പര്യമുള്ളൂ എന്ന് ചെസ്റ്റർട്ടൺ പറയുന്നത് എന്നോടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് ഇത്തരത്തിൽ ഞാനൊന്ന് ഓർമ്മിച്ചു പോയി അത്രമാത്രം. ഒരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞ് എന്നോട് ക്ഷമിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞാൽ, സ്വർഗത്തിൽ പോകാനായിട്ട് എല്ലാവരും മുണ്ട് നല്ലതായിട്ട് അനക്കി നല്ല പശയൊക്കെ വെച്ച് സ്റ്റാർച്ചൊക്കെ വെച്ച് തേച്ച് മിനുക്കി വെച്ചിരിക്കുക. ഏത് സമയത്തും വിളി വരും. യേശുവിൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തുന്നു. അമേൻ കർത്താവേ നീ വേഗം വരണമേ എന്ന് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ അതിന് അർഹത പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാരും തന്നെ ചിന്തിക്കുകയില്ല, സ്വയം ചോദിക്കുകയില്ല. ഇത് വാഴക്കുല വെട്ടുന്നതിന് തുല്യമാണ്. ഇത് വല്ലവൻ്റെയും ആടിനെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ട് പോയി കശാപ്പ് ചെയ്ത് കഴിക്കുന്നതിന് തുല്യമാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകൃതമാണ്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു നാണം കെട്ട അവസ്ഥയാണ്. നമ്മൾ ട്രംപ് ഇപ്പോൾ നൊബേൽ പീസ് പ്രൈസ് വാങ്ങിച്ചപ്പോൾ അതിൽ ദൂരെ നിന്ന് എന്നെപ്പോലുള്ള ആൾ പോലും ലജ്ജിക്കുന്നെങ്കിലും ഞാൻ പെട്ടെന്ന് ഞെട്ടലോടെ തിരിച്ചറിയുന്നത് ഇതേ സ്വഭാവത്തിൻ്റെ അംശം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. വലിയ വലിയ ആദർശങ്ങളും വലിയ വലിയ ലക്ഷ്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ അതിനെ അനുസരിച്ച് അതിനെ ലാക്കാക്കി നിരന്തരം അനുധാവനം ചെയ്ത് അപ്രകാരമുള്ള ജീവിതം നയിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യം എൻ്റെ മുൻപിൽ ഒരു വലിയ വെണ്ടയ്ക്ക അക്ഷരം പോലെ എന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ വീരവാദം മുഴക്കുന്നവർ വളരെ അധികമാണ്. പാരമ്പര്യം പറയുന്നു, അപ്പനപ്പൂപ്പന്മാരുടെ മേന്മ പറയുന്നു, പിന്നെ മാടയ കോടയ, പിന്നെ നമ്മുടെ മതത്തിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോൾ കയറി വരുന്നു. അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യൻസ് make great claims but they have nothing to show for it. They are a great people, they are people with a great, they are an ordinary people with extraordinary claims. Now they are an ordinary people with extraordinary claims. അവർ വെറും സാധാരണ ആളുകളാണ്, പക്ഷെ അവരുടെ അവകാശവാദം വലിയ മേളിലാണ്, മറ്റെല്ലാവരേക്കാളും അങ്ങ് മേളിലാണ്. ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ അത് നമ്മളുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ നമ്മൾ യേശുവിനെ ഈ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. പിന്നെ മറ്റുള്ളവരെ പോയി മതപരിവർത്തനം നടത്തുകയാണ്. ഇങ്ങോട്ട് പോകാൻ. മാഹാത്മ്യം എവിടെയാണ്? മറ്റിടത്തൊക്കെ മരണമാണ്, ഇവിടെ മാഹാത്മ്യമാണ്. ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ സഹോദര, എൻ്റെ മെത്രാനെ, എൻ്റെ കിത്രാനെ, ഈ പറയുന്നത് നീയുമായിട്ട് എന്താണ് ബന്ധം?
അത് പഴം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് സാത്താൻ പറയുന്ന അതേ മതത്തിലല്ലേ നമ്മളൊക്കെ നിൽക്കുന്നത്. അല്ലാതെ യേശുവിൻ്റെ മാർഗത്തിലോട്ട് വരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ മാർഗം കുരിശിൻ്റെ മാർഗമാണ്. എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കുരിശിൻ്റെ മാർഗം എന്താണെന്ന് എനിക്കറിയാമോ? ആണ്ടുതോറും കുരിശിനെ ധ്യാനിക്കുന്ന മണ്ണവിശ്വാസികളോട് ഞാൻ പറയട്ടെ, എന്താണ് കുരിശിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ? ഞാൻ ഇതുവരെ പറഞ്ഞ ആശയമില്ലേ, നല്ല നല്ല കാര്യമാണ്, പക്ഷെ എനിക്ക് അതിനുവേണ്ടി അധ്വാനിക്കാൻ കഴിയുകയില്ല, അത് തെറ്റാണെന്നും വലിയ ലക്ഷ്യങ്ങൾ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് ഉതകുന്നതാണ് എങ്കിലും അത് പ്രാപിക്കണമെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെതായ വഴിയിൽ സഞ്ചരിക്കണമെന്നും ആ വഴി ക്ലേശമുള്ളതും പ്രയാസമേറിയതും കഷ്ടപ്പാടുള്ളതും അത് മരണതുല്യമായ യാതനകൾ അടങ്ങിയതും ആയിരിക്കാൻ എല്ലാ നിമിത്തവും എല്ലാ സാധ്യതയുമുണ്ടെന്ന് തിരിച്ചറിവിൻ്റെ പേരാണ് കുരിശെന്നുള്ളത്. അത് ഒരു ആഭരണമല്ല, ഒരു ആയുധവുമല്ല. ഇതെങ്കിലും മനസ്സിലാക്കാൻ നമുക്കിടയായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഒന്നുകിൽ ഏദൻ തോട്ടത്തിൽ സാത്താൻ ഹവ്വായോട് പറഞ്ഞതുപോലെ ഈ പഴം വിഴുങ്ങിയാൽ നീ ദൈവത്തെ പോലെയാകും. അവിടെ കുരിശില്ല, അവിടെ പഴമേ ഉള്ളൂ. ആ മതത്തിലുള്ളവർ പഴംതീനികളാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെയും പഴം തിന്നുന്നത് പോലെ ക്രിസ്ത്യാനി തിന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ പഴമാക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇപ്പോഴുള്ളത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയാണ് യേശു കാണിച്ചു തന്നത് എന്ന അടിസ്ഥാന തത്വം പോലും ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ്. എന്താണ്? സാത്താൻ കാണിച്ച ആ വഴിയെ പോയാൽ നീ ലോകത്തിലേക്ക് വലിയ മണ്ടനാകും, നിന്റെ മണ്ടത്തരത്തിൽ നീ മരിച്ചു പോകും. ഉന്നതമായ കാര്യങ്ങളെ നീ കാക്ഷിക്കണം, പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. സാത്താൻ ഹവ്വായ്ക്ക് കാണിച്ചു കൊടുത്ത മാർഗത്തിൽ മാനസാന്തരത്തിന് ആവശ്യമില്ല. വാ വിളിച്ചാൽ മതി, വാ വിളിച്ച് പഴം വിഴുങ്ങിയാൽ മതി. അങ്ങനെ വാ വിളിച്ച് പഴം വിഴുങ്ങുന്ന മതമായിട്ട് ക്രിസ്തു മതം അധപ്പതിച്ചു പോയിട്ട് നാളേറെയായി. ക്രിസ്ത്യാനികൾ പഴം വിഴുങ്ങികളാണ് എന്ന യാഥാർത്ഥ്യം വേദപുസ്തകം നമ്മെ കാവ്യാത്മകമായി അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിലും അത് തിരിച്ചറിയാനുള്ള മൂളയില്ല. മൂളയുണ്ടെങ്കിൽ ധൈര്യമില്ല. അതുകൊണ്ട് നാം ഇങ്ങനെ പോവുകയാണ്. നാം പറയുന്നതും നാം അവകാശപ്പെടുന്നതും നമ്മുടെ അവസ്ഥയും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന പച്ച പരമാർത്ഥം തിരിച്ചറിയുവാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നാം ഇന്ന് ശ്രമിച്ച ഈ അന്വേഷണ യജ്ഞത്തിൻ്റെ വെളിച്ചത്തിലിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ ആദ്യം മുതൽ ഈ നിമിഷം വരെയും സശ്രദ്ധയോടെ, താല്പര്യത്തോടെ, പ്രത്യാശയോടെ പങ്കെടുത്ത ഏവരോടുമുള്ള എൻ്റെ സ്നേഹം, നന്ദി, കടപ്പാട് അറിയിച്ചുകൊണ്ട് വാക്കുകളും സംബന്ധിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.